ഹൈ ഗൈസ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മെറ്റൽ ക്രിസ്റ്റ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കങ്കുവയാണ്. ഗൈസ്, കങ്കുവ ഞാൻ കണ്ടു. FD അല്ല, FD രണ്ടാമത്തെ ഷോ ആയിരുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ ഗൈസ്, പടം ഒരു 80% നോക്കുവാണെങ്കിൽ ഒരു 80% അടിപൊളിയാണ്. പക്ഷെ ആ 80% വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന്റെ അങ്ങും ഇങ്ങും ആയിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ അതിന്റെ ഒരു 20% നോക്കുവാണെങ്കിൽ പടം പോരാ. മനസ്സിലായില്ലേ? അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് ഒരു പരുന്തിനെ കാണിക്കും. ആ പരുന്ത് എന്തിനാണോ അവിടെ വരുന്നത്, ആ പരുന്തിനെ കാണുമ്പോഴേക്കും നമുക്ക് ഒരെണ്ണം എടുത്ത് അതിന് കൊടുക്കാൻ തോന്നും. വെറുതെയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചുള്ള പാട്ട്, ചില സീൻസ് ഒക്കെ കാണുന്ന സമയത്തേക്ക് ഈ 300 സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിനകത്തു നിന്നൊക്കെ ഉള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും. ചിലപ്പോൾ അത് കോപ്പി അടിച്ചായിരിക്കും. പക്ഷെ എന്തായാലും കൊള്ളാം. ആ ഒരു പ്രൈമൽ കാലഘട്ടം കാണിക്കാനായിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20%-നകത്ത് ഒരു 10% ക്രിഞ്ചും അതിനകത്ത് ഒരു 10% ഈ VFXന്റെ അപരാധവുമാണ്. ഇത് മാറ്റി കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതൊരു കിടിൽ ഇന്റർനാഷണൽ പടത്തിന്റെ ലെവലിൽ അത് എത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അവർ എടുത്തു വെച്ചേക്കുന്നത് 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കി 3D ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ 3Dക്കകത്തും ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു പഴയ ആ ഒരു പ്രൈമൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവിടുത്തെ ഫോഗ് കാര്യങ്ങൾ, അതിനകത്ത് മിസ്റ്റ്, അതിൻ്റെ ഓരോ ഇപ്പോൾ ഒരു അതിനകത്ത് വേറൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. നമ്മുടെ ബോബി ഡിയോളിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. അത് ചിത്രീകരിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യായം. അത് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ്. അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊക്കെ വേണ്ടാത്ത സാധനങ്ങളും വരുന്നുണ്ട്. അതാ പറഞ്ഞ ഈ നല്ല ഭാഗങ്ങളെല്ലാം വന്നേക്കുന്നത് അവിടെ ഇവിടെയുമായിട്ട് ഒരു പ്രപ്പോർഷൻ ഒന്നിൻ്റെയും കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ കാണിച്ചേക്കുന്നത് നമ്മുടെ അയ്യോ ഓ ഇത് കാണിച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ പടം കാണാതിരിക്കാനായിട്ടുള്ള രീതിക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. കാരണം അത് കുറച്ചുകൂടെ ആ ക്രിഞ്ചിനെസ് ഓവറാക്കി കളഞ്ഞ് ഫസ്റ്റ് തുടങ്ങിയ സമയത്തേക്ക്, സത്യം പറയാമല്ലോ, ഓവറാക്കി കളഞ്ഞ്. അതായത് ഓവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ അങ്ങനത്തെ സാധനം ആക്കാനായിട്ട് ശ്രമിച്ച്. അതാണ് ഇതിനകത്ത് ഏറ്റവും പാളിപ്പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റോറിക്കകത്തോട്ട് നമ്മളെ ഒരു എന്താ പറയണ്ടത്, സ്റ്റോറിക്കകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. സൂര്യയുടെ അഭിനയം, പുള്ളിയുടെ അഭിനയ മികവ്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പുള്ളി കാണിച്ചേക്കുന്ന ഒരു മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പടം കാണാം. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള അതാ പറഞ്ഞ എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സംഭവം ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് പടം കാണുവാണെങ്കിൽ മനസ്സിലാവും. അപ്പൊ എന്തായാലും ആ സംഭവം കിടിലമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ 80% കൊള്ളാം. 80% കുറച്ചുകൂടെ കുറയ്ക്കാം. അപ്പോൾ ഗൈസ്, അത് നൈസാണ്. ആ കേമിയോ അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ചെറിയ ഇതിനകത്ത് മെയിൻ പ്ലോട്ട് പോകുന്ന ആ ഒരു ഫോക്കസ് പോയിന്റ് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നൈസ് ആയേനെ. ചിലയിടത്ത് തങ്കച്ചി പാസം, ചിലയിടത്ത് അണ്ണം പാസം, ചിലയിടത്ത് പൊണ്ടാട്ടി പാസം. ഇതിനകത്ത് വന്നിരിക്കുന്നത് പാസമുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചില സ്ഥലത്തെ വിഷ്വൽ ബ്യൂട്ടി അത് മാരകം തന്നെ. പിന്നെ പടം വൺ ടൈം വാച്ചബിൾ ഒക്കെ തന്നെയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി കാണുകയൊക്കെ ചെയ്യാം. OTTയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഈ മിഡീവൽ ഈ പ്രൈമലിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കിട്ടുമോ എന്ന് എനിക്ക് വലിയ ഡൗട്ടാണ്. വൺ ടൈം വാച്ചബിൾ ആണ് എന്തായാലും. തിയേറ്ററിൽ വൺ ടൈം വാച്ചബിൾ ആണ്. നമുക്ക് റിപ്പീറ്റ് വാച്ച് അങ്ങനത്തെ സാധനം വരുന്നില്ല. അത് വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് മീൻസ് ഞാൻ ശരിക്കും പറയാമല്ലോ, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ തന്നെ പോയത്. കാരണം എനിക്ക് ഈ ട്രെയിലറിനകത്തുനിന്ന് VFXന്റെ ഏരിയയിൽ എന്തായാലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പ്രെഡിക്റ്റഡ് ആയിരുന്നു. പക്ഷെ അത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അവിടെ ഇവിടെയും കുറച്ച് നല്ല ഭാഗങ്ങളുണ്ട്. അത് കിടിലമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്നുമില്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്തിട്ട് VFXനകത്ത് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്തിട്ട് ഇവർ പടം ഇറക്കിയായിരുന്നെങ്കിൽ കിടിലം പടമായിരുന്നേനെ. നമുക്ക് ഒരു 300 കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആക്കിയ ആ ഒരു ലെവലിൽ എത്തിയേനെ, ഇന്റർനാഷണൽ ലെവലിൽ എത്തിയ സാധനം. പക്ഷെ ഇത് അതിനുള്ളത് ഇല്ലാതാക്കി കളഞ്ഞ്. സത്യം പറയാമല്ലോ,
അവിടെ ഇവിടത്തെ ഉള്ള പിഴവും പിന്നെ ഇടയ്ക്ക് വെച്ച ഒരു വി എഫ് എക്സിന്റെ ഒരു അപരാധമുണ്ട്. എൻ്റെ പൊന്നോ, അത് കാണുമ്പോൾ മനുഷ്യന് കലി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത്രയും വിഷ്വലി അല്ലാതെ ഫോഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് വി എഫ് എക്സിനകത്ത് ഷാഡോയിങ്ങിൻ്റെയും എന്താ പറയേണ്ടത് വാട്ടറിൻ്റെ റിഫ്ലക്ഷന്, ടെക്സ്ചർ ക്വാളിറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാതെ ഒരു വി എഫ് എക്സ്. ആ പരുന്തിൻ്റെ സംഭവം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ഇത് ആമ്പലുമ്പിലാവുമെന്ന്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്ന സമയം തൊട്ട് നമുക്കൊരു വൃത്തികേട് തോന്നി തുടങ്ങും. അതായത് ഈ വി എഫ് എക്സിനകത്തൊരു വൃത്തികേട് നമുക്ക് തോന്നി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ പരുന്തിനെ ആദ്യമേ കാണിക്കുന്നുണ്ട്. ആ പരുന്തിനെ കാണിക്കുന്ന സമയത്തേക്ക് അതിനകത്തുള്ള വിഷ്വൽ ക്വാളിറ്റി ഇല്ലായ്മ, ആ ഒരു ടെക്സ്ചർ ക്വാളിറ്റി ഇല്ലായ്മ, അതൊക്കെ ഈ പടത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. അത് നന്നായിട്ട് ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ട് എടുത്തായിരുന്നെങ്കിൽ ആ ഒറ്റ ഇത് ചെറിയ ചെറിയ സാധനങ്ങൾ ശ്രദ്ധിക്കാതെ ഇവർ അതാ പറഞ്ഞ ഇത് അറ്റ്മോസ്റ്റ് പെട്ടെന്ന് എന്താണ്ട് തട്ടിക്കൂട്ടി ഇറക്കിയതുപോലെ തോന്നുന്നു എനിക്ക്. 2 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്, ചുമ്മാതാണെന്ന് തോന്നുന്നു. അറിയാൻ വയ്യ, തമ്പുരാൻ അറിയാതൊക്കെ. പിന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മനഃപൂർവ്വമാണോ ഇങ്ങനെ ഈ എന്താ പറയേണ്ടത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം ഇത്രയും ഇന്റർനാഷണൽ അങ്ങനത്തെ രീതിയിൽ അവർ ശ്രദ്ധിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഒരു ടച്ച് വരുന്നുണ്ടെങ്കിൽ അവർക്ക് മൊത്തം അങ്ങനത്തെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു തമിഴിൻ്റെ ആ ഒരു സ്വരസിദ്ധമായിട്ടുള്ള അങ്ങനത്തെ ഇത് കാണിക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനെ പണി കിട്ടുന്നതെന്നൊരു ഡൗട്ട്. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയുക ടാർഗറ്റ് ഓഡിയൻസ് എന്താ തമിഴിലുള്ള ഓഡിയൻസിനെയും അങ്ങനെ അല്ലാതെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഫാൻസ് അങ്ങനത്തെ ഇത് അങ്ങനെ കുറേ ട്രൈ ചെയ്തത് കൊണ്ട് ഈ പടം പാളിപ്പോയതായിട്ട് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നു. അതേസമയം അങ്ങനെ ചെയ്യാതെ ഈ എന്താ പറയേണ്ടത് ഈ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയ സാധനം നമുക്ക് ഫുള്ള് ടോട്ടലി കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ, കാരണം അത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ. അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇവർ ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു നൈസ് മേക്കിംഗ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെയധികം സൂക്ഷ്മത്തോടെ എല്ലാം ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരിക്കലും അങ്ങനെ അത് ഇത് ബൈ ചാൻസ് വന്നു പോകത്തില്ല. അപ്പം അങ്ങനെ നോക്കിയവർ അവർ മനഃപൂർവ്വം ഈ പ്രസന്റ് കാലഘട്ടം കാണിക്കുന്ന സമയത്തേക്കും കുറച്ച് സാധനങ്ങൾ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ കയറ് കെട്ടിയുള്ള പണിയും ഈ തമിഴിൻ്റെ ചെറിയ ഇടയ്ക്കുള്ള സാധനം ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. അത് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രൈമൽ കാലഘട്ടത്തുള്ള ആക്ഷൻസ് പ്രൈമൽ കാലഘട്ടം കിടിലമാണ്. ഓക്കെ, ഇവിടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ കേട്ടോ, നമ്മുടെ റിവ്യൂ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇതിനകത്ത് ഒരു ചെറിയ എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു.